സർക്കാരിനെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, വിമർശിക്കാം, തെറ്റുകൾ തിരുത്തിപ്പിക്കാം. ഇതൊക്കെയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അതിന് പകരം എപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, അയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് സഹതാപല്ലേ, എണീറ്റ് നടക്കാൻ തന്നെ വയ്യാതെ എന്തോ ആരൊക്കെയോ എഴുതി കൊടുക്കണ കടലാസ് നോക്കി കണ്ട് ഇങ്ങനെ നിർത്തി ഒരു ഇമാതിരി പ്രതിപക്ഷ നേതാവ് ഈ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് പിണറായി വിജയന്റെ പോലെ ഒരു ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ ഏതെങ്കിലും സംസ്ഥാനം കണ്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ജക്കച്ചക്കയായി നിൽക്കണ്ടിങ്ങനെ അല്ലേ, എന്ത് പ്രശ്നം വന്നാലും അതിനെതിരെ ഇങ്ങനെ രൂക്ഷമായി കണ്ടില്ലായിരുന്നു കഴിഞ്ഞ 5 വർഷം രമേശ് ചെന്നിത്തല വി ഡി സതീശൻ, അതിന്റെ മുമ്പത്തെ 5 വർഷം രമേശ് ചെന്നിത്തല, ഇവരൊക്കെ ഇങ്ങനെ ഈ ഭരണപക്ഷത്തെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ ഇയാളിങ്ങനെ ഈ തുണ്ട് ഇങ്ങനെ നോക്കി വായിക്കും. ഇയാൾ അത്രക്കും വിവരമില്ലാത്ത കുറെ പോകന്മാര് ഈ 26 ജയിച്ചു വന്ന് നിയമസഭയിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു വകക്കുള്ളത് ആൾക്കാർ അല്ലേ. അപ്പോഴാണ് ഇവര് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ വി ഡി സതീശൻ എടുത്ത് അടിച്ച് നിരപ്പാക്കല്ലേ. വി ഡി സതീശൻ 5 മിനിറ്റ് മതി ഇവര് എന്താ പറയാ ദിവസങ്ങളോളം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് സതീശൻ ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കി വിടുകയാണ്. പിന്നെ മിണ്ടാൻ പറ്റില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. PM ശ്രീയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞില്ലേ. ഒറ്റ ചോദ്യം, ആരാ ഒപ്പ് വെച്ചത്? നിങ്ങളല്ല ഒപ്പ് വെച്ചത് എന്ന് പറയാനുണ്ടോ? അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചു. എന്താണോ താൽക്കാലികമായി മരവിപ്പിച്ചത്? നിങ്ങൾക്ക് എന്താ പൂർണ്ണമായിട്ടാണ് നിർത്തിക്കൂടെയോ? താൽക്കാലികമായി മരവിപ്പിച്ചു ഞങ്ങൾ എന്ന ഒരു കത്തയക്കുന്നതിന് പകരം ഞങ്ങൾ ഇതാ പൂർണ്ണമായിട്ടാണ് നിർത്തി എന്ന് പറഞ്ഞിട്ട് കത്തയച്ചുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല. അപ്പൊ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി കുറെ കാലത്തേക്ക് പ്രതിപക്ഷം ഇങ്ങനെ അഴിമതി വീര്യം കൂടി അഴിമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. വി ഡി സതീശന് ഒരു കുലുക്കുണ്ടാവില്ല. കാരണം മിണ്ടാതിരുന്ന നിങ്ങൾക്ക് നല്ലത് അല്ലേ. എന്തിനിത്? ബഡ്ജറ്റിലെ ഒരു പ്രഖ്യാപനങ്ങളിൽ ഒന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിന്, അതായത് 0.5% മുതൽ 10% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് 120% ആയിരിക്കും നികുതി എന്ന് വി ഡി സതീശന്റെ ബഡ്ജറ്റിലുണ്ട്. ഈ 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യങ്ങൾക്ക് 175% നികുതി എന്നുമാണ് സതീശൻ പറഞ്ഞത്. ഇതാണ് രണ്ട് കാര്യങ്ങളെ. സതീശൻ ഒരു മദ്യത്തിനും നികുതി കുറച്ചിട്ടില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സതീശൻ ഒരു മദ്യത്തിനും നികുതി കുറച്ചിട്ടില്ല. നമുക്കറിയാലോ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെ നികുതി എന്ന് പറയുന്നത് 251%. 251 251% നമ്മുടെ ബീവറേജസിലൊക്കെ കിട്ടുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെ നികുതി എന്ന് പറയുന്നത്. അതൊന്നും സതീശൻ കുറച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ബിയർ, വൈൻ ഉണ്ട്. ബിയറിന് 116%. ബിയറിന്റെ നികുതി 116%. 86% വൈൻ്റെ നികുതി. ഇതൊന്നും സതീശൻ കുറച്ചിട്ടില്ല. സതീശൻ ഒന്നും കുറച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ രസം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദ്യത്തിന്റെ ഒരു നികുതിയും സതീശൻ കുറച്ചിട്ടില്ല. സതീശൻ ആകെ ചെയ്തത് ഈ എല്ലാ ഏടാകൂടങ്ങളും വരുത്തി വെക്കുന്നത് LDF-കാരാണ്. നമ്മുടെ PM ശ്രീ പോലെ ഈ മദ്യനയം ഉണ്ടല്ലോ, അതായത് അബ്കാരി ആക്ട്, ഇടതുപക്ഷത്തിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് 2023 ഈ വിദ്വാന്മാര് ഈ അബ്കാരി ആക്ടില് ചില ഭേദഗതികൾ വരുത്തി. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താം. എന്താണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ അതും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ ഉണ്ടാവും. അവർക്ക് വേണ്ടി പറയാണ്, ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് അത് ബീർ, വൈനൊക്കെ ആയിരിക്കും വരിക. അതല്ല. വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യങ്ങൾക്കാണ് നമ്മൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത്. അതായത് ഇതിപ്പം കേരളത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എൻ്റെ ഒരു അറിവ്, കേരളത്തിൽ ഇപ്പം തൽക്കാലം ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ മരംകൊത്തി മുതലാളിയല്ല, ഈ കാട്ടുകള്ളൻ മുതലാളി കോട്ടക്കെട്ട് കണ്ട് പറയുന്നുണ്ട്. ആ ചർച്ചയിലിരിക്കുന്നത് സുനിൽ ഒരു ഭാഗത്തുണ്ട്, മറ്റേ ഭാഗത്ത് മാധുവും സ്മൃതിയാണ് ഉള്ളത്. അപ്പം സ്മൃതിയോടും സുനിലിനോടൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഇതിവിടെ കിട്ടും, ഈ ബിവറേജസിൽ കിട്ടും. എനിക്കറിയില്ല
എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ല കേട്ടോ. അപ്പം വീര്യം കുറഞ്ഞ മദ്യം ഇപ്പൊ ഡൽഹി, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വളരെ വളരെ വ്യാപകമായി വിൽപ്പന നടത്തുന്ന ജനപ്രിയ മദ്യമാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത്. അത് പല പല ബ്രാൻഡുകളിൽ ഇപ്പൊ ബക്കാഡിയൊക്കെയാണ്, ബക്കാഡിയുടെ ബ്രീസർ ഒക്കെ ഉണ്ട്, ബക്കാഡി ബ്രീസർ. അങ്ങനെ വ്യത്യസ്ത ബ്രാൻഡുകളിലായി ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഈ ആൽക്കഹോളിക് കണ്ടന്റ് 0.5% മുതൽ 20% വരെ ആണ് എങ്കിലും പല മദ്യങ്ങൾക്കും 0.5% മുതൽ 6%, 7% വരെ 8% വരേക്ക് ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് സാധാരണ നമ്മളൊരു സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുന്ന പോലെ അത്യാവശ്യം ചെറിയൊരു കിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വ്യാപകമായി ഇത് സ്ത്രീകൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ലഹരി പദാർത്ഥമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടികളിലും എൻജോയ് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ സാധാരണ ഈ ബിയറൊക്കെ കുടിക്കുന്ന, വൈൻ പിന്നെ അത്രമാത്രം ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്, ബിയറൊക്കെ അടിക്കുന്ന ഒരു പാർട്ടീസ് ഉണ്ടല്ലോ. അപ്പൊ അതിനേക്കാളും കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇത് റെഡി ടു ഡ്രിങ്ക് ആണ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ വിദേശ മദ്യം നമ്മൾ കഴിക്കുമ്പോൾ അത് ഒരു 60 90 ഒക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ സോഡയോ വെള്ളമോ ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുക. പക്ഷേ ഈ വീര്യം കുറഞ്ഞ മദ്യം നമുക്ക് റെഡി ടു ഡ്രിങ്ക് ആണ്. നമ്മൾ ഈ ക്യാനിലൊക്കെ കിട്ടുന്നത്, നമ്മളിങ്ങനെ ചില സിനിമകളിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ക്യാനൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മളെ അധോലോക നായകന്മാരും അല്ലെങ്കിൽ നായകന്മാരൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്, അതേപോലെ ക്യാൻ ഇങ്ങനെ കഴിക്കുക. ആവശ്യമുള്ളപ്പം യാത്രയൊക്കെ പോകുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ സിപ്പ് ചെയ്ത് ഇങ്ങനെ കഴിക്കാം. അത് വ്യത്യസ്ത ഫ്ലേവറുകളുണ്ട്, മാംഗോ ഫ്ലേവർ, ഓറഞ്ച് ഫ്ലേവർ, പൈനാപ്പിൾ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട വിവിധ ഫ്രൂട്ടുകളുടെ ഫ്ലേവറുകൾ, ചോക്ലേറ്റ് ഫ്ലേവറുകൾ, അങ്ങനെ വ്യത്യസ്ത ഫ്ലേവറുകളിൽ കിട്ടുന്ന ഈ മദ്യം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2023 കേരള ഈ എന്താ പറയാ അബ്കാരി ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് ഈ മദ്യം, അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താം എന്നൊരു ക്ലോസ് കൊണ്ടുവന്നത് ആരാണ്? അത് ഇടതുപക്ഷമാണ്. അതിപ്പോ നിലനിൽക്കുന്നുണ്ട്. അതിന് ഇതുവരെ എത്ര ശതമാനം നികുതി എന്ന് ഇവർ പറഞ്ഞിട്ടില്ലായിരുന്നു. എത്ര ശതമാനമായിരിക്കും ഇതിന് നികുതി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങൾക്ക് 251% നികുതി, ബിയറിന് 116%, വൈനിന് 86%. ഇതുപോലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് എത്ര ശതമാനമാണ് നികുതി എന്ന് LDF സർക്കാർ പറഞ്ഞിരുന്നില്ല. അതാണ് ഈ ബഡ്ജറ്റിൽ VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരം മദ്യങ്ങൾക്ക് 2 സ്ലാബായിട്ട്, അതായത് 10% വരെയാണ് ആൽക്കഹോളിക് കണ്ടന്റ് എങ്കിൽ അതിന്റെ നികുതി എത്രയാണ്? 120%. അതല്ല, അതിനേക്കാൾ കൂടുതൽ 20% വരെയാണെങ്കിൽ 175%. ഇതിപ്പോ ഇവർ സഖാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സതീശൻ മദ്യത്തിന്റെ നികുതി കുറച്ചു. മദ്യത്തിന്റെ നികുതി കുറച്ചിട്ടില്ലാന്നേ. മദ്യത്തിന്റെ നികുതി നേരത്തെ പറഞ്ഞ പോലെ മദ്യത്തിന്റെ നികുതി 251% വീര്യം കൂടിയ മദ്യത്തിന്. മറ്റേതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 160%, 86% ഒക്കെയാണ് ബീറും വൈനും. ഇത് LDF സർക്കാർ പ്രഖ്യാപിച്ച ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് എത്ര ശതമാനം നികുതി എന്നുള്ളത് ഇടതുപക്ഷം ഇതുവരെ പറഞ്ഞിരുന്നില്ല, CPM ഇതുവരെ പറഞ്ഞിരുന്നില്ല. ആ പറയാത്ത കാര്യമാണ് VD സതീശൻ പറഞ്ഞത്. അത് 120, 175 ആയിരിക്കും. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം കേട്ടോ. ഇതാണ് യാഥാർത്ഥ്യം. ഇത് സംബന്ധിച്ചിട്ടാണ് ഇപ്പൊ ഒരു വിവാദം ഉണ്ടാക്കുന്നത്. അതായത് VD സതീശൻ മദ്യത്തിനൊക്കെ വില കുറച്ചു. ഇവരുടെ വർത്താനം കേട്ട ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ അറിയോ? അതായത് പെട്രോളിന് ഡീസലിനൊന്നും വില കുറച്ചില്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കൊന്നും വില കുറച്ചില്ല, നികുതി കുറച്ചില്ല. മെയിനായിട്ട് പറയുന്നതാണ് ഡീസലിന് പെട്രോളിനൊന്നും നികുതി കുറച്ചില്ല. നേരത്തെ പറഞ്ഞിരുന്നല്ലോ നികുതി കുറയ്ക്കണമെന്ന്. പക്ഷേ സതീശൻ മദ്യത്തിന് നികുതി കുറച്ചു. ഇവരിങ്ങനെ കള്ളത്തരം പറയുന്ന ആൾക്കാരോട് എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. VD സതീശൻ മദ്യത്തിന് നികുതി കുറച്ചിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം, പച്ച പരമാർത്ഥമാണത്. ഒരു പുതിയ മദ്യത്തിന് എന്ന് പറഞ്ഞാൽ ആ മദ്യവും സതീശന്റെ ഭാവനയല്ല, അത് CPM കൊണ്ടത്. നിങ്ങൾക്ക് അറിയാലോ, കേരളത്തിൽ ഇത്രയും മദ്യം വ്യാപകമാക്കിയത് CPM അല്ലേ? അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഏറ്റവും അവസാനം 29 ബാറുകളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് അല്ലെ? 29. അത് പിണറായി വിജയൻ ഇപ്പൊ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 905 ബാറുകളാണ്. ആലോചിക്കണം നിങ്ങൾ. ഞാൻ സഖാക്കളോടാണ് പറയുന്നത്, വെറുതെ ഒച്ചപ്പാട്. സതീശൻ ഇവിടെ മദ്യത്തിൽ മുക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത്. സതീശൻ കേരളത്തെ മദ്യത്തിൽ മുക്കാൻ പോവുകയാണ്. എടോ, 29 ബാർ എന്നുള്ളത് 905 ബാറിലേക്ക് ആക്കിയതാരാ? നിങ്ങളല്ലേ? അല്ലേ? ഞാൻ കള്ളത്തരം പറയുന്നില്ല. രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 29 നിന്ന് 905 നിങ്ങളാക്കി അല്ലേ?
നിങ്ങൾ ആദ്യം എന്താ അവിടെ വരുമ്പോൾ പറഞ്ഞത് KPSC ലളിതയും ഇന്നസെന്റിനെയും ഒക്കെ കൊണ്ട് സിനിമാ താരങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചില്ലേ? ഞങ്ങൾ കേരളത്തെ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തത് 29 ബാർ 905 ബാറാക്കി. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ബാറുകളുടെ പ്രവർത്തന സമയം എത്രയാണെന്നറിയോ? രാവിലെ 11 മണിക്ക് ബാർ തുറക്കുള്ളൂ. ഇത് 11 മണിക്ക് പൂട്ടും. അതും മാറ്റി രാവിലെ 10 മണിക്കേ തുടങ്ങാം. രാത്രി 12 മണി വരെ. രാവിലെ 10 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെ മദ്യം വിൽക്കാന്ന് നിയമമുണ്ടാക്കിയതാരാടോ? നിങ്ങളല്ലേ? CPM അല്ലേ? ഇനി അതൊക്കെ പോട്ടെ. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ഒരു 5 ലക്ഷം രൂപ അവരുടെ 35 ലക്ഷമാണ് അവരുടെ വാർഷിക ഫീസ്. ആരുടെ? ഈ വിദേശ 5 സ്റ്റാർ ഹോട്ടലുകളുടെ. അവർക്ക് ഒരു 5 ലക്ഷം കൂടി അഡീഷണൽ ആയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മദ്യവിൽപ്പന അല്ല, അവർക്ക് മദ്യം സെർവ് ചെയ്യുന്നത് പുലർച്ചെ 3 മണി വരെ ആക്കാം. അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തതോ? കേരളത്തെ മദ്യത്തിൽ മുക്കിയത് നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പദ്ധതി ഈ വീര്യം കുറഞ്ഞ മദ്യം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നേരത്തെ ഈ മദ്യത്തിന്റെ ലഭ്യതയെ കുറിച്ചൊക്കെയുള്ള പഠിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിരുന്ന ഉദയഭാനു കമ്മീഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഉദയഭാനു കമ്മീഷൻ മാത്രമല്ല, ഇന്നോളമുള്ള എല്ലാ കമ്മീഷനുകളും പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കണം. അതായത് ഈ വീര്യം കൂടിയ മദ്യം കഴിച്ചും കണ്ട് ഈ ലിവർ അടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീര്യം കുറഞ്ഞ മദ്യമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ഇത് സംബന്ധിച്ച് പഠനം നടത്തി എല്ലാവരും പറയുന്ന കാര്യമാണ്. അത്രയേ സതീശൻ ചെയ്തിട്ടുള്ളൂ. സതീശനല്ല ചെയ്തത്. നിങ്ങൾ ചെയ്ത ഒരു കാര്യം, നിങ്ങൾ ചെയ്ത് പകുതിയാക്കി വെച്ചൊരു കാര്യം സതീശൻ അതിന്റെ ഒരു നികുതിയാണ്ട് പ്രഖ്യാപിച്ചു. ഇത്രയേ ചെയ്തിട്ടുള്ളല്ലോ, ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളല്ലോ അല്ലേ? എന്നിട്ടാണ് പറയുന്നത് മദ്യത്തിന് നികുതി ഇളവ്. ഇതാ ഞാൻ പറഞ്ഞത്, കള്ളത്തരം. മദ്യത്തിന് നികുതി ഇളവ്. ആര് നികുതി ഇളവ് ചെയ്തു? ഇവരുടെ വാദം ഈ 251% വീര്യം കൂടിയ മദ്യങ്ങൾക്ക്. അപ്പൊ ഞാൻ എല്ലാ മദ്യം വീര്യം എത്ര കുറഞ്ഞു കഴിഞ്ഞാലും 251 തന്നെ വാങ്ങണം എന്നാണ് ഇവർ പറയുന്നത്. എന്നാ പിന്നെ ബീറിന് ഈ 116 ആക്കണോ? ഈ വൈനിന് 86 ആക്കണോ? ഇതിന്റെ ഈ വീര്യം കൂടിയിട്ടും കുറഞ്ഞതും അനുസരിച്ചല്ലേ അതിന്റെ ഒരു നികുതിയൊക്കെ നിശ്ചയിക്കുക. നേരത്തെ വീര്യം കുറഞ്ഞ മദ്യം ആവണം അല്ലെങ്കിൽ അത് വിൽക്കാം എന്ന് നിയമമുണ്ടാക്കിയ ആൾക്കാർ ഒരു പറയാണ് 251% ഇതിന്റെ നികുതി എന്ന് നേരത്തെ LDF തീരുമാനിച്ചിരുന്നു എങ്കിൽ അത് സതീശൻ വന്നിട്ട് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സതീശൻ കുറച്ചു എന്ന് പറയാം. ഇത് സതീശൻ കുറച്ചതല്ല, സതീശൻ പ്രഖ്യാപിച്ചതാണ്. ഇതാണ് ഇതിന്റെ നികുതി എന്ന്. എന്നിട്ടാണ് പറയുന്നത് മദ്യത്തിന് നികുതി ഇളവ്, അഴിമതി വീര്യം. എന്നിട്ട് പറയുന്നു UDF സർക്കാരിന്റെ കന്നി ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ പുറത്തു വരുന്നത് വീര്യം കൂടിയ അഴിമതി. ആദ്യം അതിന്റെ ഇൻട്രോഡക്ഷൻ ആണ്. നികുതി കുറച്ചതിലൂടെ അല്ലേ? VD സതീശൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ പുറത്തു വരുന്നത് വീര്യം കൂടിയ അഴിമതി. മദ്യക്കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള തീരുമാനം കർണാടക മദ്യലോബിക്ക് വേണ്ടിയാണ് എന്നാണ് ആക്ഷേപം. കർണാടക മദ്യലോബിക്ക് വേണ്ടിയിട്ടാണ് അത്രേ. എടോ, ഇവിടെ നിർമ്മിക്കുന്ന മദ്യങ്ങള് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന മദ്യങ്ങളാണ്. ഇത് പ്രത്യേകിച്ച് ഇപ്പൊ കർണാടക മദ്യലോബിനെ ഇതിപ്പോ കർണാടകയായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കർണാടകയുമായിട്ടുള്ള ഒരു ബന്ധം സതീശനുണ്ട്. സതീശൻ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള കുത്തിത്തിരിപ്പ് പരിപാടിയാണ് ഇത്. ഇനി മദ്യത്തിന് 251% നികുതി ഉള്ളപ്പോൾ വീര്യം കുറഞ്ഞവയ്ക്ക് 120% വരെയാണ് ബജറ്റിൽ ഇളവ് എന്ന് വീണ്ടും. അതായത് ഇവരുടെ ഇതൊക്കെ പഴകി പുളിച്ച തന്ത്രങ്ങളാണ്. ഒരു കാര്യം തന്നെ, ഒരു തെറ്റായ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. സതീശൻ നികുതി ഇളവ് നൽകി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്കൊക്കെ ഇത് വരും, നികുതി ഇളവ് എന്ന് പറഞ്ഞാൽ കള്ളത്തരം ആവർത്തിക്കുക. അതന്നെയാണ് ഗീബൽസിയൻ തിയറി എന്നൊക്കെ പറയുക. അതായത് നമുക്ക് ഈ കള്ളത്തരങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് അവസാനം ഇതാണ് ശരി എന്ന ഒരു നരേറ്റീവിലെത്തും. ഇതാണ് CPM-ന് പറ്റിയ അപകടമാണ്. CPM-ലുള്ള തോന്നിയാസം മുഴുവൻ ചെയ്തിട്ട് ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ കള്ളത്തരം ഇങ്ങനെ പ്രോപ്പഗണ്ട അടിച്ചുവിടുകയാണ്. അവസാനം ഈ അന്തം കമ്പനികളോട് ചോദിച്ചാൽ ഇവരതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. കള്ളത്തരാണ് പറയുന്നത് എന്നുള്ളത് ഈ അന്തം കമ്മികൾക്ക് അറിയില്ല. ഇനി
നികുതി ഇളവിന് LDF സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പിന്തിരിയേണ്ടി വന്ന കമ്പനിയുടെ സ്വാധീനം ഇതിനകം പുറത്തുവന്നു. കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ളവർക്ക് മദ്യലോബിയുമായുള്ള കൂട്ടുകച്ചടവും രഹസ്യമല്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ മംഗളൂരു യാത്ര കൂടുതൽ സംശയാസ്പദമായി. തിരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് ഒഴുക്കിയ കോടികളെ സംബന്ധിച്ചും നേതാക്കൾക്ക് മദ്യലോബി നൽകിയ പണത്തിന്റെ കണക്കും പുറത്തു വന്നേക്കും. പിന്നെ അതിന് ശേഷം ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുകയാണ്. DK ശിവകുമാറുമായിട്ടുള്ള ബന്ധം, എന്താ പറയുക, തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയിൽ നിന്ന് കോടികൾ ഇങ്ങോട്ടേക്ക് ഒഴുകി. പുതിയ നിർദ്ദേശം നടപ്പാക്കുന്നതോടെ ബംഗളൂരു ഉൾപ്പെടെ വൻ നഗരങ്ങളിൽ സുലഭമായ റെഡി ടു ഡ്രിങ്ക് ബ്രാൻഡുകൾ ബിവറേജസ് ഔട്ട്ലെറ്റ് വഴി വിതരണം ചെയ്യും. യുവജനങ്ങളെയും സ്ത്രീകളെയുമാണ് കമ്പനികൾ ലക്ഷ്യമിടുന്നത്. സ്വാഭാവികം അതാണ്, യുവജനങ്ങളെയും സ്ത്രീകളെയും തന്നെയാണ് ഈ റെഡി ടു ഡ്രിങ്ക്, ഈ വീര്യം കുറഞ്ഞ മദ്യം ലക്ഷ്യം വെക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ഇനി വേറൊന്നേ, ഈ നമ്മൾ കാലം മാറിയില്ലേ. പുതിയ തലമുറ മദ്യം, അവർക്ക് ചെറിയ ലഹരിക്ക് വേണ്ടിയിട്ട് അവർ മദ്യം കിട്ടാതെയാകുമ്പോഴാണ് നേരത്തെ ഈ MDMA ഒക്കെ വരുന്നത്. ഈ പറയുന്ന ഏറ്റവും ഹാനികരമായ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് മദ്യം യഥേഷ്ടം കിട്ടാതായ ഒരു കാലയളവ് ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ഈ ബാറുകളൊക്കെ അടച്ചുപൂട്ടിയ ഒരു അവസരമൊക്കെ ഉണ്ടായപ്പോഴാണ് മദ്യം കിട്ടുന്നില്ല, പക്ഷെ ലഹരി വേണാനും. അപ്പോഴാണ് ആൾക്കാർ ഈ സ്ഥിരം മദ്യം ഉപയോഗിച്ചിരുന്ന ആൾക്കാർ കഞ്ചാവിലേക്ക് പോയി, കഞ്ചാവ് കൊണ്ട് തൃപ്തിപ്പെടാതെ അവർ MDMAയിലേക്ക് പോയി. അങ്ങനെ ഇവരുടെ ഈ ലഹരിക്ക് വേണ്ടിയിട്ടുള്ള വീര്യം കുറഞ്ഞ ലഹരിയിലുള്ള ഈ മദ്യങ്ങൾ, റെഡി ടു ഡ്രിങ്ക് മദ്യങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ കരള് പോകഞ്ഞു പോകുന്ന തരത്തിലുള്ള വീര്യം കൂടിയത് മാത്രമേ ഇവിടെ വിൽക്കാൻ പാടുള്ളൂ എന്ന് പോലെ നിയമമുണ്ടോ?